ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിജോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് ഗുരു മലയാളം. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ലഭിക്കാനായി താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടെ മറക്കാതെ എനേബിൾ ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഡിസ്ക് ഡിഗർ പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയ ഇമേജ്, MP3, വീഡിയോ, APK ഫയൽ, അതേപോലുള്ള സിപ്പ് ഫയൽ, അതേപോലുള്ള നിരവധി ഫയൽസ് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക്, അതായത് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, റൂട്ട് ചെയ്യാത്ത ഫോണാണെങ്കിൽ നമുക്ക് ഇമേജ് ഫയലുകൾ മാത്രമേ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. റൂട്ട് ചെയ്ത ഫോണാണെങ്കിൽ നമുക്ക് ഇമേജും വീഡിയോയും MP3യും APKയും സിപ്പ് ഫയലും അതുപോലുള്ള 10-30 ഫോർമാറ്റിലുള്ള ഫയലുകൾ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോറിൽ കയറുക. ഞാൻ ഈ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ഡിസ്ക് ഡിഗർ പ്രോ എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും തുറന്നു വരുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബേസിക് സ്കാൻ ഫോർ നോ റൂട്ട് എന്നാണ്. അതായത് റൂട്ട് ചെയ്യാത്ത ഫോണാണെങ്കിൽ ഫോട്ടോ മാത്രമേ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തതല്ലെങ്കിൽ ഫോട്ടോസ് റിക്കവർ ചെയ്യാനായിട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണ് ഫോട്ടോസ് റിക്കവർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. അതായത് നമ്മൾ റിക്കവർ ചെയ്യുന്ന ഫോട്ടോസിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്, സ്മോൾ, മീഡിയം, ലാർജ് എന്ന്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട രീതിയിൽ. പിന്നെ മിനിമം ഫയൽ സൈസ് 10,000 ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഏത് ഡേറ്റിലാണോ ഡിലീറ്റ് ആയി പോയ ആ ഡേറ്റിലുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് റിക്കവർ ചെയ്യാവുന്നതാണ്. ഫോട്ടോസ് റിക്കവർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഈ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. റിക്കവർ ചെയ്യുന്നതാണ് പോസ് ചെയ്ത് വെക്കാം. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സ്കാൻ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇമേജ് ഫയലുകൾ കൂടാതെ മറ്റ് ഫോർമാറ്റിലുള്ള ഫയലുകളും റിക്കവർ ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഫസ്റ്റ് ഡിവൈസ് ഇൻറ്റേർണൽ മെമ്മറി സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് തുറന്നു വരുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ കാണാം MP4, MP3, GIF എന്നിങ്ങനെ ഒരുപാട് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. പലതും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്തതാണ്. അതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇതിലേതെങ്കിലും ഫോട്ടോ നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് റിക്കവർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏത് രീതിയിലാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമുക്ക് വേണേൽ ഡ്രൈവിലേക്ക് സേവ് ആക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കാർഡിലേക്കും സേവ് ആക്കാം. ഞാനിപ്പോൾ മെമ്മറി കാർഡ് കൊടുത്തേക്കാണ്. ഇത് നമുക്ക് വേണേൽ പോസ് ചെയ്ത് വെക്കാം. ഞാൻ എക്സിറ്റ് കൊടുക്കുകയാണ്. അടിയിലേക്ക് വരുമ്പോൾ മറ്റൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വൈപ്പ് ഫ്രീ സ്പേസ് എന്നുള്ളത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഫോണിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ നമുക്ക് ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ട് വൈപ്പിംഗ് ഫ്രീ സ്പേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഡാറ്റാസ് എല്ലാം ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റിക്കവർ ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഇമേജ് ഫയലുകളെല്ലാം എക്സാക്റ്റ് സൈസ്, അതായത് ഡിലീറ്റായി പോകുമ്പോഴുള്ള അതേ സൈസിലായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് സൈസ് കുറവായിരിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും 2 MB താഴെയാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ പരാതികളോ മറ്റ് നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.